നമസ്കാരം. ജീവിതത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. എന്നാൽ ആ മാറ്റങ്ങൾ ഐശ്വര്യത്തിന്റെയും അഭിവൃദ്ധിയുടെയും പുതിയ വാതിലുകൾ തുറക്കുന്ന ഒന്നാണെങ്കിലോ? വാനനിരീക്ഷകർക്കും ജ്യോതിഷപ്രേമികൾക്കും ഒരുപോലെ ആവേശം പകരുന്ന വലിയൊരു മാറ്റത്തിന് 2026 സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. വർഷങ്ങൾക്കിപ്പുറം ഭാഗ്യത്തിന്റെ അധിപനായ വ്യാഴം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഉച്ചരാശിയിലേക്ക് കടന്നുവരുമ്പോൾ അത് വെറുമൊരു ഗ്രഹമാറ്റം മാത്രമല്ല, മറിച്ച് 6 രാശിക്കാരുടെ ജീവിതം തലകീഴായി മറിയാൻ പോകുന്ന സുവർണകാലത്തിന്റെ തുടക്കമാണ്. കഠിനമായ ദുരിതങ്ങൾ ഒഴിയുന്നതും അടഞ്ഞുപോയ വഴികൾ തുറക്കപ്പെടുന്നതും എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഭാരതീയ ജ്യോതിഷപ്രകാരം 2026 ജൂൺ മാസം 2-ാം തീയതി വെളുപ്പിന് രാത്രി 2 മണിയാകാൻ 12 മിനിറ്റിന്, അതായത് കൊല്ലവർഷം 1201 ഇടവം 19-ാം തീയതി ചൊവ്വാഴ്ച മൂലം നക്ഷത്രത്തിലാണ് മഹാവ്യാഴം മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. കർക്കടകം എന്നാൽ വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ്. ഒരു ഗ്രഹം അതിന്റെ പരമാവധി കരുത്താർജിക്കുന്ന അവസ്ഥയാണിത്. പ്രപഞ്ചത്തിന്റെ കാരുണ്യമായി നമ്മൾ കണക്കാക്കുന്ന വ്യാഴം ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ അത് മനുഷ്യജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ അവിശ്വസനീയമായിരിക്കും. ഈ മാറ്റം ഏറ്റവും കൂടുതൽ ഭാഗ്യം കൊണ്ടുവരുന്നത് 6 കുറുകാർക്കാണ്. ആ ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്നും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ മേടക്കൂറുകാരുടെ കാര്യമാണ് പറയേണ്ടത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ കാൽഭാഗം എന്നിവ ചേരുന്ന മേടക്കൂറുകാർക്ക് വ്യാഴം 4-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. സുഖസൗകര്യങ്ങളുടെയും സമാധാനത്തിന്റെയും ഭാവമാണ് 4-ാം ഭാവം. കാലങ്ങളായി നിങ്ങളുടെ കുടുംബത്തിൽ നിലനിന്നിരുന്ന കലുഷിതമായ അവസ്ഥകൾക്ക് ഈ ജൂൺ മാസത്തോടെ വിരാമമാകും. മനസ്സിനെ അലട്ടിയിരുന്ന വേവലാതികളൊഴിഞ്ഞ് ശാന്തമായൊരു അന്തരീക്ഷം സംജാതമാകും. സ്വന്തമായൊരു വീട് എന്നത് വെറുമൊരു സ്വപ്നമായി കൊണ്ടുനടന്നവർക്ക് ആ സ്വപ്നത്തിലേക്ക് താക്കോൽ നീട്ടുന്ന കാലമാണിത്. ഭൂമി വാങ്ങാനോ വീട് പുതുക്കിപ്പണിയാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ധനം പല വഴികളിലൂടെ വന്നെത്തും. വാഹനഭാഗ്യം പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. ഒരുപക്ഷെ ഒരു പുതിയ വാഹനം നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തെത്താൻ ഇനി അധികം നാളുകളില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ ലാഭമാണ് കാത്തിരിക്കുന്നത്. 9-ാം ഭാവത്തിന്റെ അധിപൻ കൂടിയായ വ്യാഴം നിങ്ങളുടെ ഭാഗ്യദേവനായി മാറി സർവ്വ ഐശ്വര്യങ്ങളും ചൊരിയും. കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും വലിയ പുരോഗതിയുണ്ടാകും. പ്രത്യേകിച്ച് വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കും. സന്താനങ്ങളുടെ വിവാഹമോ ഉദ്യോഗലബ്ധിയോ വഴി കുടുംബത്തിൽ സന്തോഷം നിറയും. സമാന്തരമായി 12-ാം ഭാവത്തിന്റെ കൂടി അധിപനായതിനാൽ ചെലവുകൾ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആത്മീയ കാര്യങ്ങൾക്കും പുണ്യകർമ്മങ്ങൾക്കുമായി പണം ചെലവിടുന്നത് വഴി മനസ്സിന് വലിയ ആശ്വാസം ലഭിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്കും സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കുന്നവർക്കും ഇത് ലോട്ടറി അടിച്ചതിന് തുല്യമായ കാലമാണ്. അടുത്തതായി മിഥുനക്കൂറുകാരാണ്. മകയിരത്തിന്റെ പകുതിയും തിരുവാതിരയും പുണർദത്തിന്റെ 3/4 ഭാഗവും ചേരുന്ന മിഥുനക്കൂറുകാർക്ക് ഇത് വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന കാലമാണ്. വ്യാഴം നിങ്ങളുടെ 2-ാം ഭാവത്തിലേക്ക് വരുന്നു. ധനം, വാക്ക്, കുടുംബം എന്നിവയാണ് 2-ാം ഭാവത്തിന്റെ പ്രത്യേകതകൾ. നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വില ലഭിക്കും. മുമ്പ് നിങ്ങളെ പുച്ഛിച്ചു തള്ളിയവർ പോലും നിങ്ങളുടെ ഉപദേശത്തിനായി കാത്തുനിൽക്കുന്ന അവസ്ഥയുണ്ടാകും. സാമ്പത്തികമായി നിലനിന്നിരുന്ന എല്ലാ കഷ്ടപ്പാടുകളും അവസാനിക്കും. കടബാധ്യതകൾ മൂലം ഉറക്കം നഷ്ടപ്പെട്ടവർക്ക് അത് വീട്ടത്തീർക്കാനുള്ള വരുമാനം അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് വന്നുചേരും. കണ്ടകശനിയുടെ കാഠിന്യമനുഭവിക്കുന്ന മിഥുനക്കൂറുകാർക്ക് വ്യാഴത്തിന്റെ ഈ ഉച്ചസ്ഥിതി വലിയൊരു രക്ഷാകവചമായിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ദാമ്പത്യത്തിലെ അസ്വാരസ്യങ്ങൾ മാറി പ്രണയാതുരമായൊരു അന്തരീക്ഷം തിരിച്ചുവരും. പ്രണയിതാക്കൾക്ക് വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹജീവിതത്തിലേക്ക് കടക്കാൻ ഈ വ്യാഴമാറ്റം വഴിതെളിക്കും. വിദേശയാത്രയ്ക്കോ ജോലിമാറ്റത്തിനോ ശ്രമിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം വളരെ ലാഭകരമായിരിക്കും. കന്നിക്കൂറുകാർക്ക് ഇത് സർവാഭീഷ്ടസിദ്ധിയുടെ കാലമാണ്. ഉത്രത്തിന്റെ ബാക്കി 3/4 ഭാഗവും അത്തവും ചിത്തിര പകുതിയും ചേരുന്ന കന്നിക്കൂറുകാർക്ക് 11-ാം ഭാവത്തിലാണ് വ്യാഴം വരുന്നത്. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഉച്ചസ്ഥനായ വ്യാഴം നിങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കും. സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം നിങ്ങളെ തേടിയെത്തും. മാധ്യമരംഗത്തോ അധ്യാപനരംഗത്തോ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരങ്ങൾ ലഭിക്കും. വീടും വാഹനവും വാങ്ങുക എന്ന ആഗ്രഹം സഫലമാകും. നിങ്ങൾ വർഷങ്ങളായി കൊതിക്കുന്നൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ വ്യാഴം അനുഗ്രഹിക്കും. ജീവിത പങ്കാളിയുമായി ചേർന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിൽ നിന്ന് വൻ ലാഭം നേടുന്നതിനും ഈ കാലം വഴിയൊരുക്കും. ശനിദോഷത്തിന്റെ നിഴൽ നിങ്ങളുടെ മേൽ പതിക്കില്ല എന്നതാണ് ഈ മാറ്റത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ കാര്യം നോക്കാം. വിശാഖം, അവസാന പാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം 9-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. ഭാഗ്യത്തിന്റെ വാതിൽ തുറന്നു എന്ന് തന്നെ പറയാം. ഭാഗ്യഭാവത്തിൽ വ്യാഴം വരുമ്പോൾ അത് സർവ്വഭാഗ്യങ്ങളും പ്രദാനം ചെയ്യും. സന്താനഭാഗ്യമില്ലാത്ത ദമ്പതികൾക്ക് ഈ കാലയളവിൽ ചികിത്സകൾ ഫലിക്കുകയും ഒരു കുഞ്ഞ് ജനിക്കുകയും ചെയ്യും. കുട്ടികളുടെ ഉയർച്ചയിൽ മാതാപിതാക്കൾ അഭിമാനിക്കുന്ന നിമിഷങ്ങൾ വന്നുചേരും. സമൂഹത്തിൽ വലിയ പേരും പ്രശസ്തിയും നിങ്ങൾ നേടിയെടുക്കും. ആരോഗ്യകാര്യത്തിൽ വലിയ പുരോഗതിയുണ്ടാകും. നിയമപരമായ തടസ്സങ്ങളിൽ പെട്ടുഴലുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കും.
പിതൃസ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ അവസാനിക്കുകയും നിങ്ങളിലേക്ക് ഭാഗ്യം വന്നു ചേരുകയും ചെയ്യും. ലോട്ടറി പോലെയുള്ള ഊഹക്കച്ചവടങ്ങളിൽ താൽപ്പര്യമുള്ളവർക്ക് ഈ സമയം അനുകൂലമാണ്. മകരക്കൂറുകാർക്കിത് പ്രത്യാശയുടെ കാലമാണ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടം പകുതി എന്നിവ ചേരുന്ന മകരക്കൂറുകാർക്ക് 7ാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത്. ഏഴരശനി നൽകിയ കടുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് കരകയറാൻ ഈ മാറ്റം സഹായിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹങ്ങൾ പെട്ടെന്ന് നടക്കും. ബിസിനസ്സിൽ വലിയ മുന്നേറ്റമുണ്ടാകും. പങ്കാളിയുമായുള്ള ബന്ധം ദൃഢമാകും. രോഗാവസ്ഥയിലിരിക്കുന്നവർക്ക് അത്ഭുതകരമായ രോഗമുക്തിയുണ്ടാകും. ആശുപത്രിവാസങ്ങൾ ഒഴിയും. സ്ഥാനഭ്രംശം ഭയപ്പെട്ടിരുന്നവർക്ക് തിരികെ പദവികൾ ലഭിക്കും. പ്രശസ്തിയും ആദരവും നിങ്ങളെ തേടിവരും. അവസാനമായി മീനക്കൂറുകാർ. സ്വന്തം രാശ്യാധിപനായ വ്യാഴം 5ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ മീനക്കൂറുകാർക്ക് അത് സുവർണവർഷമാണ്. പൂരുരുട്ടാതി അവസാനപാദം, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകും. ജോലിയിൽ സ്ഥാനക്കയറ്റവും ശമ്പളവർദ്ധനവും ഉറപ്പാണ്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം വഴി തുറന്നുകിട്ടും. ഉന്നത പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പോടെ വിദേശത്ത് പഠിക്കാൻ അവസരം ലഭിക്കും. ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാനും അത് വിവാഹത്തിൽ കലാശിക്കാനും സാധ്യതയുണ്ട്. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ച് സാമ്പത്തികമായ ഒരു കുതിച്ചുചാട്ടം നടത്താൻ മീനക്കൂറുകാർക്ക് ഈ വ്യാഴമാറ്റം കൊണ്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജ്യോതിഷം ഒരു വഴികാട്ടിയാണ്. വ്യാഴം ഉച്ചസ്ഥനായി വരുമ്പോൾ ഈ 6 രാശിക്കാർക്കും ലഭിക്കുന്നത് പ്രപഞ്ചത്തിന്റെ ഒരു വലിയ കരുതലാണ്. ആത്മവിശ്വാസത്തോടെയും ഈശ്വരചിന്തയോടെയും കർമ്മനിരതരായാൽ ഈ ജൂൺ മാസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അധ്യായമായി മാറുമെന്നതിൽ സംശയമില്ല. നന്ദി.